ഹലോ ഡിയേഴ്സ്, ഐരൻ ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് തമ്പനയിൽ കാണുന്ന പോലെ ഒരു നിക്കറാണ് നമ്മൾ അടിച്ചു നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അളവിന് വേണ്ടുന്ന ഒരു നിക്കറാണ് ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ലൂസുള്ളൊരു നിക്കറാണ് അളവിന് ഞാൻ കയ്യിലെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ അളവ് ഏതാണോ അതനുസരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ ആവശ്യമായ അളവിലേക്ക് ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട്. 2 പീസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് ഒന്ന് കാണിച്ചു തന്നിരുന്നു, ശ്രദ്ധിച്ചിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നമ്മളിത് മടക്കിയിട്ടിട്ട് നമുക്ക് താഴേക്ക് അവിടെ വേണ്ടുന്ന ഒരു ലെങ്ത്ത്, അതായത് സീം അലവൻസ്, തയ്യൽ തുമ്പിന് വേണ്ടുന്ന ലെങ്ത്ത് അവിടെ നമ്മൾ മാറ്റിയിട്ടേക്കണം, എക്സ്ട്രാ ഇട്ടേക്കണം. അതുപോലെ തന്നെ വിഡ്ത്തും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മളൊന്ന് ഇട്ടേക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ അളവെല്ലാം മെഷർമെൻറ്റ് ചെയ്യാനായിട്ട്, അളവെല്ലാം വരച്ചെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ താഴത്തെ പോർഷൻ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് അവിടെ വരച്ചെടുക്കുകയാണ്. അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ മേലേക്കെടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ആണ് അവിടെ വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ആ മാർക്ക് ചെയ്തെടുത്ത് നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ അളവ് പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് തയ്യൽ തുമ്പാണ് അവിടെ 2.5 ഇഞ്ച് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമ്മളവിടെ എടുത്തിരിക്കുന്ന അളവ് നിക്കറിനെ പാകത്തിനൊന്ന് വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്യുന്നതാണ്. കാലിൻ്റെ പോർഷൻ ഞാനവിടെ അവിടെ വിഡ്ത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്രോച്ചും അതുപോലെ തന്നെ ലെങ്ത്തും എടുക്കണം. അപ്പോൾ ക്രോച്ച് എത്രത്തോളം എടുത്തിട്ടുണ്ട്, പരമാവധി നമ്മൾ വിഡ്ത്ത് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് നമുക്ക് അവിടെ സീം അലവൻസ് വേണം, അതും കൂടി അവിടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിക്കറിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത് കൊടുത്ത അളവിൽ നിന്ന് മേലേക്ക് ഒരു 2 ഇഞ്ച് ഞാൻ കൂട്ടി എടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എലാസ്റ്റിക്കിന് നമുക്കൊരു 1.25 ആവശ്യമുള്ളത്. പക്ഷെ നമുക്ക് അവിടെ മടക്കിയെടുക്കാനായിട്ടൊരു ഗ്യാപ്പ് വേണമല്ലോ, അത് കണക്കാക്കിയാണ് 2 ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മളവിടെ സ്ട്രേറ്റ് ലൈൻ ചെയ്ത് വരച്ചു കൊടുക്കണം. അപ്പോൾ സ്കെയിൽ യൂസ് ചെയ്ത് നമ്മളൊന്നവിടെ സ്ട്രേറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണേ. അത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സ്കെയിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ ഒരു ട്രയാങ്കുലർ സ്കെയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എളുപ്പമുണ്ട് ആ ലൈൻ ഒന്ന് ചെരിഞ്ഞു പോകാതെയൊക്കെ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ മേലത്തെ ആ പണി അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ആ ക്രോച്ചിൻ്റെ സൈഡിലാണ് നമുക്ക് പണി വരുന്നത്. ഓക്കെ, അവിടെ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ആ ക്രോച്ചിൻ്റെ ആ ഒരു കർവ് എടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 ഇഞ്ചോ 2.5 ഇഞ്ചോ നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ആവശ്യാനുസരണം ലൂസ് എത്ര വേണോ അത് കണക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ഇഞ്ചിലും 2.5 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ 2.5 ഇഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അവിടെ തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ആദ്യം വരച്ച 2 ഇഞ്ച് ഗ്യാപ്പ് കണക്കാക്കിയിട്ടാണ് സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ആ 2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്ട്രേറ്റ് ലൈൻ കൊടുത്തു. ഇനി നമുക്കവിടെ ആവശ്യമായിട്ട് വരുന്നത് എന്താണ്, ആ ക്രോച്ചിൻ്റെ പോയിൻറ്റിലേക്കുള്ള വിഡ്ത്ത് ആ 2 ഇഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നത് അവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം അല്ലേ. കർവ് ചെയ്ത് കൊടുത്താൽ ഒന്ന് അവിടെ ഷേപ്പ് ചെയ്തെടുത്താലാണ് നമുക്കവിടെ അതനുസരിച്ച് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കർവ് സ്കെയിൽ വെച്ചിട്ടാണ് അവിടെ കർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി താഴേക്കുള്ള പോർഷൻ നമുക്ക് ഒന്ന് സ്ട്രേറ്റ് ലൈൻ ചെയ്ത് എടുക്കണം. അപ്പോൾ അവിടെ എത്രയാണോ ലൂസ് നമുക്ക് ആവശ്യമുള്ളത് ആ ലൂസും അതിൻ്റെ സീം അലവൻസും ഇട്ടതിന് ശേഷം വേണം നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതവിടെ കൃത്യമായി എനിക്കാവശ്യമായ അളവിൽ ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ നിക്കർ തയ്ച്ചു കൊടുത്താൽ എളുപ്പം പരിപാടി തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ താഴേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന സീം അലവൻസാണ് അങ്ങനെ ചെരിച്ച് വരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പം ഒന്ന് ആകെ തുക കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളത്. മേലെ 2 ഇഞ്ച്, താഴെ 2.5 ഇഞ്ച് സീം അലവൻസ്, അതുപോലെ തന്നെ സൈഡിൽ 1/2 ഇഞ്ച് സീം അലവൻസും കൊടുത്ത് കൃത്യമായി നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അളവ് നിക്കർ വെച്ചിട്ടാണ് നമ്മൾ അളവുകളെല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒട്ടും അറിയാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആ
കട്ട് ചെയ്തെടുത്ത പീസിനെ നമ്മൾ വരച്ച അളവനുസരിച്ച് കട്ട് ചെയ്തെടുത്തു. അതിനൊന്ന് നിവർത്തിയിട്ടിരിക്കുകയാണ്. 2 പീസുണ്ട് ഇപ്പോൾ നിവർത്തിയിട്ടിരിക്കുന്നതിൽ. ഇപ്പോൾ നിക്കറിൻ്റെ മേലത്തെ പോർഷനിൽ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിരുന്നല്ലോ, അവിടെ ഒരു പകുതി ഭാഗം മാത്രം, ഒരു സൈഡിലേക്ക് മാത്രം ഒരു 3/4 ഇഞ്ച് ചെരിച്ചൊന്ന് ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. മേലെന്ന് 3/4 ഇഞ്ച് ഒന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് അവിടെ ഈ കാണുന്ന രീതിയിലൊന്ന് ചെരിച്ച് വരച്ച് അതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാഗും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിലെ ക്രോച്ച് കണ്ടോ, ഏത് സൈഡാണ് നമ്മൾ കട്ട് ചെയ്തതെന്ന് കാണിക്കുന്നതാണ്. ഫ്രണ്ടിലെ ക്രോച്ച് നമുക്ക് ഇച്ചിരി ലെങ്ത്ത് കുറവായിരിക്കും. ഓക്കെ, ഇനി താഴത്തെ ഈ 2.5 ഇഞ്ച് നമുക്കൊന്ന് മടക്കിയെടുക്കണം, കാലിൻ്റെ ഭാഗത്തുള്ളത്. അപ്പോൾ 2.5 ഇഞ്ചിൽ ലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ ലൈനിലേക്കാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഓക്കെ, 2 പീസും നമ്മൾ കട്ട് ചെയ്തത് അതിൽ തന്നെയുണ്ട്. അപ്പോൾ 2ൻ്റെയും പൊട്ട ഭാഗത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. ചോക്ക് വെച്ച് പെട്ടെന്ന് നമുക്ക് മാഞ്ഞു പോകുമല്ലോ, അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനിലേക്ക് മടക്കി പിടിച്ചിട്ട് പിന്നെ ഒരു മടക്കും കൂടി നമ്മൾ ആ അളവനുസരിച്ച് കൊടുക്കുകയാണ്. ഒരു മടക്കും കൂടി കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ കാണുന്ന രീതിയിലൊന്ന് മടക്കി കൊടുത്തിട്ടാണ് താഴത്തെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 2 കാലും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. നമ്മൾ പൊട്ടപ്പുറം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മെറ്റീരിയലും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്നിനടിയിൽ മറ്റൊന്ന് പെടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളിങ്ങനെ കൃത്യമായ അളവിൽ പിടിച്ചു കൊടുത്തിട്ട് 2 കാലും സെപ്പറേറ്റ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിനി ക്രോച്ചിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ മറുപുറം കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ക്രോച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ്. അങ്ങനെ 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ക്രോച്ചിൻ്റെ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രോച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നിക്കറിൻ്റെ പകുതി പണി കഴിഞ്ഞു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2 സൈഡിലും ക്രോച്ച് വരുന്നുണ്ടല്ലോ, ബാക്കും ഫ്രണ്ടും ക്രോച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ കാണുന്ന രീതിയിൽ കൃത്യമായി 1/2 ഇഞ്ച് സീം അലവൻസിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ സീം അലവൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു സീം അലവൻസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് തീർത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സൈഡും കൂടി ഈ കാണുന്ന രീതിയിൽ ഭംഗിയായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമുക്ക് ഒരുപോലെ തന്നെ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രയും ചെയ്ത് തീർക്കാം കേട്ടോ. ക്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് നിർത്തി, ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് നിർത്തി തയ്ക്കേണ്ടി വരെ. അപ്പോൾ ശ്രദ്ധിച്ചൊന്ന് തയ്ച്ചേക്കാം. അതിനുശേഷം നമ്മളിനി എന്ത് ചെയ്യണം, 2 കാലിനെയും ആ കാലിൻ്റെ രൂപത്തിലേക്കൊന്ന് പിടിക്കാം. അപ്പോൾ ക്രോച്ച് ഇത്രയും നേരം ആ ക്രോച്ചിൻ്റെ സ്റ്റിച്ച് നമ്മൾ സൈഡിലാണ് ഇട്ടിരുന്നത്. ആ ക്രോച്ചിൻ്റെ സ്റ്റിച്ച് സെൻറ്ററിലേക്ക് വരുന്നു. അപ്പോൾ 2 കാലും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഓക്കെ, 2 കാലും 2 സൈഡിലേക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ കിട്ടും. ശേഷം അതൊന്ന് അവിടെ അളവെല്ലാം കൃത്യമായി പിടിച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അവിടെ ഒന്ന് നമ്മൾ കൃത്യമായി പിടിച്ചു കൊടുക്കാം. ഇവിടെ ആ സെൻറ്ററിൽ കാണുന്ന തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ഒരെണ്ണം ഒരു സൈഡിലേക്കും മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ കട്ടി കുറഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1/4 ഇഞ്ചിലെ സ്റ്റിച്ചിന് ശേഷം ഞാൻ 1/2 ഇഞ്ചിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ അളവ് എത്രയാണോ, ചിലപ്പോൾ ഒരു ഇച്ചിരി ലൂസൊക്കെ നമ്മൾ കൂടുതൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ അളവ് എത്രയാണോ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ ബാക്കി വരുന്ന ഈ തയ്യൽ തുമ്പുണ്ടല്ലോ, അതൊന്ന് നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കുക. ഓക്കെ, പിന്നെ നമുക്കിനി മേലേക്കാണ് നമ്മുടെ തയ്യൽ പോകേണ്ടത്. അപ്പോൾ ഈ പീസ് ഞാൻ ഇട്ടിരിക്കുന്ന സൈഡ് ഏതാണെന്ന് നോക്കിയിട്ട് പിടിക്കാം. താഴെ ഏത് സൈഡിലേക്കാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം മേലെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്നിടത്തും കൂടി ആ ഒരു ലൈൻ, സെൻറ്റർ ലൈൻ വെക്കാനായിട്ട്. ശേഷം എന്ത് ചെയ്യണം, 1/2 ഇഞ്ചാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. 1/2 ഇഞ്ച് മടക്കി വെച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് എന്തിനാണ്, നമുക്കവിടെ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷനാണ്. ഇനി നമുക്ക് 1.5 ഇഞ്ചാണ് എലാസ്റ്റിക്കിന് ഗ്യാപ്പ് അവിടെ വേണ്ടത്. അപ്പോൾ 1.5 × 2 അങ്ങനെ 3 ഇഞ്ച്, 1.5നെ ഡബിളാക്കി, അപ്പോൾ 3 ഇഞ്ച്. ഈ 3 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ ഈ ഒരു പീസിനെ മടക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ സെൻറ്ററിൽ 1 ഇഞ്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട്
അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണേ കേട്ടോ. അവിടെ നമുക്ക് എലാസ്റ്റിക് 1 ഇഞ്ചിൽ കയറിപ്പോണം. അപ്പോൾ അതിനുള്ള ഗ്യാപ്പാണ് നമ്മൾ അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് എന്ത് ചെയ്യണം, കറക്റ്റ് 3 ഇഞ്ച് വെച്ചിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 3 ഇഞ്ചിലേക്കാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലൊന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മൾ ഈ കാണുന്ന രീതിയിൽ പിടിച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതെങ്കിൽ അപ്പോൾ നമുക്കൊന്ന് ടേപ്പ് പിടിച്ച് ഒന്ന് അളന്ന് നോക്കാം കേട്ടോ. ഈ മടക്കി വെച്ചിരിക്കുന്നത് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് കണ്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കവിടെ 1.5 ഇഞ്ച് ഗ്യാപ്പ് കാണണം. ഓക്കെ, അങ്ങനെ കൃത്യമായി എല്ലായിടത്തും ഒന്ന് പിടിച്ച് നോക്കിയിട്ട് നമ്മുടെ കൈയിൻ്റെ ദൂരം കണക്കാക്കി നമ്മളങ്ങനെ പിടിച്ച് നോക്കിയിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എലാസ്റ്റിക് ഇടാൻ നേരത്ത് നമുക്കവിടെ ഗ്യാപ്പ് തികയാതെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ആ ഫുൾ റൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പോൾ നമുക്കവിടെ ആ ഒരു ഗ്യാപ്പ് നിർത്തിയിട്ട് വേണം നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ആ നിക്കറിൻ്റെ ഒരു രൂപം കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നിക്കറിൻ്റെ ആ ക്രോച്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരുന്നല്ലോ, അതവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു ഹോള് കാണുന്നുണ്ടല്ലോ മേലെ പോർഷനിൽ, അവിടെ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു 1.25 ഇഞ്ച് വിട്ടുള്ള എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എളുപ്പം നമുക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അളവ് നിക്കറിൽ നിന്ന് അളവെടുക്കുന്നത്. അളവിന് നമ്മൾ ഏതാണോ എടുത്തിരിക്കുന്നത് ആ നിക്കറിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഈ എലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കുന്നത്. അത്രയും അളവെടുത്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടിട്ടാണ് ഞാനവിടെ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കവിടെ ആ 2 തുമ്പും കൂടി വരുമ്പോഴത്തേനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കണമല്ലോ. അപ്പോൾ ആവശ്യമായ അളവും കാണിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ എടുത്തിരിക്കുന്ന അളവും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ആ എക്സ്ട്രാ എടുത്തിരിക്കുന്ന അളവിലേക്കാണ് നമുക്കവിടെ കട്ടിങ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ കട്ടിങ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ എലാസ്റ്റിക് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. എലാസ്റ്റിക് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഫുൾ റൗണ്ട് ഒന്ന് നമ്മളിട്ട് വന്നതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, ആ ഒരു 2 തുമ്പും കൂടി ഒന്നിച്ച് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കേട്ടോ. അതങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഞാൻ ഒരു 3 സ്റ്റിച്ച് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതൊന്ന് നമ്മൾ ഉള്ളിലേക്കെല്ലാം വലിച്ചു കൊടുത്ത് കറക്റ്റാക്കിയതിന് ശേഷം അവിടെ ഒന്ന് ഒരു സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കാം. അവിടെ ഫ്രണ്ടിലുള്ള ആ ഒരു ഗ്യാപ്പ് ഒന്ന് നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുത്ത് അവിടെ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എലാസ്റ്റിക് എല്ലായിടത്തേക്കും ഒരേ രീതിയിൽ വരുന്ന രീതിയിലൊന്ന് നമ്മൾ വലിച്ച് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. ഈ കാണുന്ന രീതിയിൽ ആക്കിയതിന് ശേഷം അതിൻ്റെ നടുവിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. അതവിടെ ഉറച്ച് നിൽക്കാനും ഒരു ഭംഗിക്കും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യണം, സൂചി അവിടെ കുത്തി നിർത്തിയതിന് ശേഷം നമ്മളൊന്ന് വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. കൈപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ കൈയിൻ്റെ മേലെ സൂചി കയറി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണേ എല്ലാവരും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേനും നിക്കർ ഇട്ടിട്ടുള്ള ഒരു ലുക്കും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബായ്.